നമസ്കാരം. ഹമാസ് തീവ്രവാദ സംഘടനയുടെ പുതിയ മേധാവിയായി ഗാസയിൽ നിന്നുള്ള യാഹ്യ സിൻവറിനെ തിരഞ്ഞെടുത്തു. ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തലവനെ തിരഞ്ഞെടുത്തത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് യാഹ്യ സിൻവർ. ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഇസദീൻ അൽ ഖസം തലവനായിരുന്ന 61-കാരനായ യാഹ്യ സിൻവർ 23 വർഷത്തോളം ഇസ്രായേലിൽ ജയിലിൽ കഴിഞ്ഞിരുന്നു. 2011 ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി യാഹ്യ സിൻവറെ വിട്ടയച്ചത്. ഹമാസിൻ്റെ 50-അംഗ ഷൂറ കൗൺസിൽ യോഗമാണ് യാഹ്യ സിൻവറെ ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ യാഹ്യ സിൻവർ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ശരിക്കും ഹമാസിൻ്റെ ഷൂറ കൗൺസിൽ എന്ന ഏറ്റവും പരമാധികാര സഭയ്ക്ക് പോലും അറിയാമോ എന്ന് സംശയമാണ്. കാരണം എത്രയോ നാളുകളായി ഇയാൾ ഗാസയിലെവിടെയോ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇയാളും കുടുംബാംഗങ്ങളും ഒരു ഭൂഗർഭ ടണലിലൂടെ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അത് എന്നാണ് ചിത്രീകരിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് യാഹ്യ സിൻവറെ അറിയപ്പെടുന്നത്. ഏറ്റവും ക്രൂരമായ രീതിയിൽ തങ്ങളുടെ എതിരാളികളെ വധിക്കുന്നതിനും മറ്റും നേതൃത്വം നൽകുന്ന നേതാവ് എന്ന നിലയിലാണ് ഇയാളെ ഈ പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കാറുള്ളത്. അതേസമയം യാഹ്യ സിൻവറിനെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തുടരുകയാണ്. ഗാസയിലെ വീടുകൾ തോറും കയറിയുള്ള തെരച്ചിലും ഒക്കെ തന്നെ ഇയാളെ കണ്ടെത്തുന്നതിന് സഹായമായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇസ്മായിൽ ഹനിയ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പിടികൂടേണ്ട, അതായത് മോസ്റ്റ് വാണ്ടഡ് എന്ന ലിസ്റ്റിൽപ്പെടുന്ന ആദ്യത്തെ പേരുകാരനാണ് യാഹ്യ സിൻവർ. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. യുദ്ധം ആരംഭിച്ച് 10 മാസം പിന്നിട്ടിട്ടും ഇയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം നേരത്തെ ഗാസയിലുള്ള പല ഭൂഗർഭ ടണലുകളും തകർത്തിരുന്നു. ഒരുപക്ഷെ ഇയാൾ ഇതിനകത്തെങ്ങാനും പെട്ടിരുന്നോ എന്ന് ആർക്കും അറിയുകയുമില്ല. ഗാസ മേഖലയാകെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ യാഹ്യ സിൻവറിനെ സംബന്ധിച്ച് അയാൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. ഇയാൾ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ ആദ്യം വാർത്തകൾ പുറത്ത് വന്നിരുന്നു എങ്കിലും പിന്നീട് അത് ഹമാസ് തന്നെ പറഞ്ഞു വരുത്തിയ നുണയാണ് എന്ന് തെളിഞ്ഞിരുന്നു. ഗാസയിൽ എവിടെയോ തന്നെ ഏതെങ്കിലും ഭൂഗർഭ തുരങ്കത്തിനുള്ളിലോ അതല്ലെങ്കിൽ ജനവാസ മേഖലയിലെ വീടുകൾക്കുള്ളിലോ ആയിരിക്കാം ഇയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം ടാങ്കുകളും മറ്റുമായി പരിശോധന നടത്തുന്നത്.